എടാ ഷാന, ഇജ്ജ് എന്ത് പണിയോടെ കാണിച്ചത്? പെട്ടെന്ന് ആ പെരേന്ന് ഇങ്ങനെ ഇറങ്ങി പോരാനേ എനിക്ക് എന്ത് അർജന്റ് ജോലിയാണുള്ളത്? ആ വീട്ടുകാരുടെ മുന്നിലേ ഞാൻ തല താത്തി നിൽക്കേണ്ട രീതിയിലായില്ലപ്പോ അതിന്റെ പെരുമാറ്റം. ഉമ്മ, ഞാൻ അവിടെ നിന്ന് ചുമ്മാ ഇറങ്ങിപ്പോയതല്ല. എനിക്ക് കുറച്ച് അത്യാവശ്യമായി ഓഫീസിൽ സംസാരിക്കാണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇതും ഓരോന്ന് ചോദിച്ച് വരരുത്. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. തലവേദന? ഇജ്ജിന്നോടെ കൂടുതൽ അങ്ങോട്ട് ചൂടാണ് ഷാന. ഇക്കറിയണം, ആ പെൺകുട്ടി എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക, അത് കണ്ടിട്ടും കാണാത്ത പോലെ അവിടുന്ന് ഇറങ്ങി പോകുന്നത് എന്തിനാന്നുള്ളത് എനിക്കറിയണം. ആരാടാ അക്ബർ? അവന്റെ പേര് കേട്ടപ്പോഴാണല്ലോ അവന്റെ മുഖം മാറിയത്. ഇമ്മ, നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കും. ഓനക്ക് കാര്യമായിട്ട് എന്തോ ടെൻഷൻ ഉണ്ട്. ഓൻ ഓഫീസിൽ ചിലപ്പം കാര്യങ്ങൾ ഓർത്തിട്ടായിക്കാരം. നമ്മൾ സാവധാനത്തിൽ ചോദിച്ച് മനസ്സിലാക്കാം, അതല്ല നല്ലത്. ഈ ഇതിൽ ഇടപെടേണ്ട ഫാസിലെ, അഞ്ചന്റെ വക്കാലത്തായിട്ട് വന്നിക്കണ്. ഇക്ക് കാരനെ അറിഞ്ഞേ പറ്റൂ ഷാനെ. ആ പെരക്കാരൻ നമ്മളെ പറ്റിക്കാണ്ട് എന്താ വിചാരിക്കല്? നിങ്ങൾ ടെൻഷൻ ആവല്ലേ? കാക്ക പറഞ്ഞാലും കാര്യമുണ്ട്. ഷാന പെരീന്ന് അത്ര തിടുക്കത്തിൽ അറിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നമ്മളിപ്പോ പെരീക്ക് എത്തിയിട്ടുള്ളല്ലോ. ഓനൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇക്കൊരു കാറിന് കേൾക്കണ്ട ഫാദർ. അനക്കേ എന്റെ അഞ്ചന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ്. ഇക്ക് ഈ കല്യാണം ഉറപ്പിച്ചേ പറ്റൂ. അതും ഈ ഞായറാഴ്ച തന്നെ വേണം. ആ കുട്ടിന്റെ പെരുമാറ്റം ഉണ്ടല്ല, ഇക്ക് നല്ലോണം ബോധിച്ചിക്കണ്. ഉമ്മ, നിങ്ങൾ നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉറപ്പിക്കാൻ ഇതെന്താ കുട്ടികളെയാണോ? നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമാണ് ഈ പെണ്ണ് കാണലിൽ ഞാൻ വന്നത്. പക്ഷെ എനിക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനൊരു വ്യക്തമായ ഉത്തരം കിട്ടാതെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എൻ്റെ അനുവാദം ഇല്ലാതെ ഈ ഞായറാഴ്ച അവരിങ്ങോട്ട് വിളിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവാന്ന് എനിക്കറിഞ്ഞൂടാ. ഷാന്, ഈ ഇന്ന് ഭീഷണിപ്പെടുത്താണടാ? ഉമ്മ, ഭീഷണിയല്ല. എനിക്ക് ചിലതൊക്കെ അറിയാനുണ്ട്. അതറിയുന്നവരെ ഈ വീട്ടിൽ കല്യാണം ചർച്ച ഒന്നും വേണ്ട. ഫാസിലെ, ഇങ്ങൾക്ക് രണ്ടാക്കൊന്ന് അഞ്ചനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? ആരോട് പറയാന്? രണ്ടും മോണുങ്ങന്മാരാണല്ലോ. ഇനിയിപ്പോ വൈകുന്നേരത്തിന് എന്ത് കറി താത്ത നമ്മൾ ഉണ്ടാക്കലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാടി. ഉച്ചക്കത്തെ കറി ലേശമുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ താത്ത, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഷാനിന് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്? അത്രയും നല്ല രീതിയിൽ സംസാരിച്ച് വന്ന ചടങ്ങുണ്ടല്ല, നിർത്തി വെച്ചിട്ടാണ് ഷാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നത് എന്നാണ് ഫാദുകാക്ക പറഞ്ഞത്. നമ്മളമ്മമാൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഷാൻ ഈ പെൺകുട്ടിനെ കാണാൻ പോയിക്കണമെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ല താത്താക്ക്. അതൊക്കെ ശരി തന്നെയാണ് ആമീജ് പറഞ്ഞത്. പക്ഷെ എന്നാലും പെണ്ണ് കാണാൻ പോയിട്ടേ ആ വീട്ടുകാരെ മുന്നിൽ വെച്ചിങ്ങാണ്ടേ അങ്ങനെ ഇറങ്ങി പോകുന്നതേ ഒട്ടും ശരിയായില്ല. അത് ഷാൻ ചെയ്തതേ തെറ്റന്നെയാണ്. ആ പാവം കുട്ടിന്റെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അതിനിപ്പോ ഷാനിപ്പോ എന്ത് ചെയ്യാനാണ് താത്ത? സ്വന്തം മനസ്സിന് താല്പര്യമില്ലാത്ത ബന്ധത്തിന് ഇമ്മ അങ്ങനെ പിടിവാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇന്നാലും താത്ത കൊടുത്ത വെള്ളം പോലും കുടിക്കാതെ ഓൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടേ ഇമ്മാക്ക് നല്ല ദേഷ്യം വന്നിക്കണ്. ഇമ്മാന്റെ ദേഷ്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് വേറൊരു കാര്യമാണ് മനസ്സിലാവാത്ത ആമയെ. അവിടെ വരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയതല്ലേ? ആ കുട്ടീനെ കണ്ടപ്പോഴേ ഷാനിന്റെ മുഖത്തെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ ഫാസിലാക്ക പറഞ്ഞത്. അതാ താത്ത എനിക്കും മനസ്സിലാവാത്തത്. എന്നാൽ എന്തായിരിക്കും ഷാനിന് പെട്ടെന്ന് ആ പെൺകുട്ടിനെ ഇഷ്ടപ്പെടാഞ്ഞത്? അവിടെ വെച്ചിട്ടേ ആ കുട്ടിനെ താത്തേ ആരോ പേര് പറഞ്ഞപ്പോഴാണ് അത്ര ഷാനിന്റെ ഭാവാകെ മാറിയത്. അതേടി, ഏതോ ഒരു അക്ബർ എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോഴാണ് ഷാനി ചാടി എണീറ്റതെന്നാണ് ഫാസിലാക്ക പറഞ്ഞത്. ആരേക്കാര അക്ബർ? ഞാൻ പെൺകുട്ടിന്റെ കുടുംബമായിട്ട് വല്ല ശത്രുള്ള ആളാണോ? അതോ ഇനി അക്ബറും ആ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കൊന്നും കൂടെ കത്തണില്ല. എന്തോ ഒരു വലിയ കഥ ഇതിന്റെ പിന്നിലുണ്ട് താത്ത. ആ അക്ബർ എന്ന് പറഞ്ഞ പയ്യന്റെ പേര് കേട്ടപ്പോഴേ നമ്മുടെ ഷാനിന്റെ കണ്ണിലൊക്കെ വല്ലാത്തൊരു ദേഷ്യമാണല്ല. അത് ഫാദുകാക്ക കണ്ടതാണത്ര. പെട്ടെന്ന് അവിടുന്ന് ഓഫീസിൽ പോവാണ്ടെന്ന് പറഞ്ഞുകാണ്ടേ അഭിനയിച്ചുകാണ്ടാണ് ഓൻ അവിടുന്ന് ഇറങ്ങി പോകുന്നത്. ആ കുട്ടിനെ കെട്ടാനേ ഷാനിന് ഇനി ഇഷ്ടമല്ലാത്തതാണോ അതോ ആ അക്ബർ എന്ന് പറഞ്ഞ പയ്യനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. എന്തായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇമ്മർത്തൊക്കൊന്നും പോവാൻ നിൽക്കണ്ട ആമേ. അവിടെ ഉമ്മ ഉണ്ടല്ല, ദേഷ്യം കൊണ്ട്
നല്ലോണം വിറച്ച് നിൽക്കുകയാണ്. ആരാടെ അക്ബർ എന്ന് വെച്ചിങ്ങാണ്ടേ ഷാനും മീൻ കൂടെ അങ്ങോട്ടും കൊണ്ടേ വലിയൊരു ബഹളം കഴിഞ്ഞ് നിൽക്കണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലേ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇമ്മ ഷാനിനോടുള്ള ദേഷ്യം ഉണ്ടല്ല, നമ്മളെ രണ്ടാളും മെക്കെട്ട് കയറും. വെറുതെ എന്തിനാ, ഒന്ന് തണുക്കട്ടെ. അതുവരെ നമുക്ക് ഈ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചുറ്റിപ്പറ്റി നിൽക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നല്ല കഥ ആവും നമുക്കിന്ന്. ഷാനിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണല്ല താത്ത. ഇമ്മ ഇനിയിപ്പോൾ എത്ര ബഹളം വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കിടന്ന് തല കൊത്തി മറിഞ്ഞാലും ഈ പെരെടുത്തുകാണ്ട് തലത്ത് കീക്കാൻ തൂക്കാനും വെച്ചാൽ ഷാനും വിട്ടെടുക്കൂല. ആ അക്ബർ ഇനി ആരാന്നറിയാതെ ഷാനിങ് ഈ കല്യാണത്തിന് സമ്മതിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കണ്ടറിയാമേ നമുക്ക് ഇവിടെ എന്തൊക്കെ നടക്കുന്നുള്ളത്. അത് ശരി ഞങ്ങൾ പറയണത്. ആ അവ്വാന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഈ പെരയിലെ മരുമകളായി കയറി വരാളെ വിധി ഉണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നണില്ല കേട്ടോ ആ പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരും എന്നുള്ളത്. അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോയെടുത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ ഇറങ്ങിപ്പോരോ? ഒരു മര്യാദ ഇല്ലാത്ത പണി കാണിക്കാം. ഷാനിന് ദേഷ്യം കൂടുതലാണെന്ന് വെച്ചിട്ട് ഇമാതിരി വകതിരിവില്ലാത്ത കളിയും കാണിക്കുന്നുള്ളതേ ആരും വിചാരിച്ച് കാണൂല. ഓനും ഓൻ്റെ ഒരു വാശി, ഓനക്ക് മാത്രമേ വാശിയുള്ളൂ. ഈ പൊരയില് എനിക്കൊരു വില ഇല്ലാതാക്കി തരികയാണ് ഓന്. ആള് കലിപ്പിലാണ്. പക്ഷെ പറയുന്നോണ്ട് മുന്നിൽ ആകെ നാണം കിട്ടിഞ്ഞ എന്താ അവളോട് ഞാൻ പറയാ? പോയാ പിന്നെ മിക്കത്ത് കിടത്തെറിയോ? മകളാണെന്നൊന്നും നോക്കൂല. എന്നാലും ഇമ്മ ശാങ്കാക്ക് എന്തിനാണ് ആ വീട്ടുകാരെ മുന്നിൽ നിന്ന് അങ്ങനെ പെരുമാറിയിട്ട് ഇറങ്ങി പോകുന്നത്? ഇതിപ്പോൾ ആകെ നാണം കിട്ടിയില്ല. ഞാൻ നാളെ കോളേജിലേക്ക് പോകുമ്പോൾ റിനുവിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുക? ഈയും എൻ്റെ ഒരു നാണക്കേടും ഒന്നും മുണ്ടാതെ പോടി. അവിടെ ആ പെരക്കാരൻ മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ മുഖത്തടിച്ച പോലെയാണ് എൻ്റെ ആങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അവനും അവൻ്റെ ഒരു ബിസിനസ്സും സാമ്രാജ്യവും. എൻ്റെ വാക്കിനൊരു വില ഇല്ലല്ലോ ഈ പെരയില്. അതല്ലമ്മ, അവിടെ വെച്ചിങ്ങാണ്ടേ ആദ്യതാത്ത അക്ബറിന്റെ പേര് പറഞ്ഞപ്പോഴല്ലേ ശാങ്കാക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ആരാണ് ഈ അക്ബർ? കാക്കാക്കെ ഈ അക്ബർ എന്ന് പറഞ്ഞ പയ്യന് വല്ല മുന്നേ പരിചയം ഉണ്ടോ? ഇക്ക് എന്താ അറിയാനാടി? ഏതൊരു മൂത്താപ്പാന്റെ മോനാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതിനെന്തിനാണാവാം എൻ്റെ ആങ്ങൾക്ക് ഇത്ര ചൊറിച്ചില്? അക്ബറിന്റെ പേര് ഇങ്ങോട്ട് കേട്ടപ്പോത്തിന് എൻ്റെ ആങ്ങൾ അവിടുന്ന് ചാടി എണീറ്റ് ഇങ്ങോട്ട് പോന്ന്. ഇക്ക അതാണ് മനസ്സിലാവാത്തത്. പക്ഷെ ശാങ്കാക്കെ വെറുതെ അങ്ങനെ ഇപ്പൊ പെരുമാറൂലല്ലോ. ഇനിക്കേ അക്ബറും അവയും തമ്മില് വല്ല ബന്ധമുണ്ടോന്നുള്ളത് സംശയിച്ചിട്ടുണ്ടാവോ? ഞാൻ കാരണം വെച്ചിട്ടാണ് കാക്ക കല്യാണത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞത്. ആര് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ ഈ കല്യാണം ഞാൻ നടത്തും. ആ കുട്ടിന്റെ നിഷ്കളങ്കതയും പാവതി ഉണ്ടല്ലോ എനിക്ക് നല്ലോണം ബോധിച്ചിക്കണ്. ഈ വീട്ടിക്ക് കയറി വരുന്ന പെണ്ണുണ്ടല്ലോ, ഇന്റെ വാക്ക് കേട്ടുകാണ്ടേ അടങ്ങി ഒതുങ്ങി ജീവിക്കണ പെണ്ണായിരിക്കണം. ആ കുട്ടിനെ കണ്ടാലറിയാം ആ കുട്ടി ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നുള്ളത്. ഷാനിന്റെ മനസ്സ് മാറ്റിക്കാണ്ടേ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാനേ ഇക്കറിയാം. എന്നാലും കാക്ക പറഞ്ഞതിനെതിരായിട്ടേ ഈ കല്യാണം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ കാര്യം എന്താവും? അതാകെ കഷ്ടത്തിലാവൂലേ? ചാങ്കാക്കാന്നുണ്ടെങ്കിൽ മൂക്കത്തൊരു ഈച്ചാന്ന് പറഞ്ഞ പോലത്തെ ദേഷ്യവും കലിപ്പുമാണ്. ആ കലിപ്പിലെ ആ കുട്ടിനോട് വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിലോ? റിനു ഇപ്പൊ പോവാൻ നോക്ക്. ഇമ്മാനെ ഉപദേശിക്കാൻ മാത്രമേ ഈ വളർന്നിട്ടില്ല. എൻ്റെ ആങ്ങളുടെ തൻ്റെ അടക്കം ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ട് മാറ്റിയെടുക്കും. അവന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തത് എന്നുള്ളത് ഈ ഇമ്മാക്ക് നല്ലോണം അറിയാം. ഇപ്പൊ തൽക്കാലം പോയിട്ടേ ഇമ്മാന്റെ കുട്ടി ആ അടുക്കളയിൽ 2 ഉണ്ടല്ലോ, ഐറ്റങ്ങളോടെ ഇക്കൊരു ഗ്ലാസ് ചായ കിട്ടുമെന്ന് ചോദിച്ചു നോക്ക്. നേരെ എത്ര നേരമായില്ലേ? നേരെ 6 മണി 7 മണി ആവാനായി. ഇതുവരെ ആയിട്ട് അവർക്ക് ചായ കൊടുന്നേരം നേരമായിട്ടില്ല. അത് കിട്ടുമെന്ന് ചോദിച്ചു നോക്ക്. ജിന്നെ പഠിപ്പിക്കണ നേരെ, ഇന്നെ ഉപദേശിക്കണ നേരെ അന്റെ നാത്തുമാരെ ഉപദേശിക്കാൻ നോക്ക്. എന്നാലും എന്ത് വാശിയാത്? ഇമ്മക്ക് ആ പെൺകുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എത്ര വാശി! അതല്ലെങ്കിൽ വേറെ പെൺകുട്ടിനെ കിട്ടൂല. ഇതിൻ്റെ അവിടെ ഈ അക്ബർ കയറി വന്നത്. ഇന്ത്യയും റിനുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഈ കാരണത്താൽ തകരുകയാണോ? ഒലക്ക ഇമ്മ ഇങ്ങനെ വാശി പിടിക്കാന്നുണ്ടെങ്കിൽ ഇന്നെ വല്ല പിച്ചക്കാരനും കെട്ടിക്കൊടുക്കും. ഏതെങ്കിലും നല്ലൊരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ആ സ്വഭാവമാണല്ലത്. കുടുങ്ങി.
ഷാനെ ഈ ഇപ്പോഴും ഉറങ്ങിയില്ലേ? എന്നത്തെ പെണ്ണ് കാണാൻ പോയിട്ട് വെച്ച് അങ്ങനെ പെരുമാറിയത് എന്താ എന്റെ മനസ്സിൽ? ഏയ് ഒന്നില്ലേക്ക. അവയും അക്ബറും ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് നടക്കാന്ന് പറഞ്ഞില്ലേ ആദ്യത്താത്ത. എനിക്ക് ആ കുട്ടിയുടെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചുമ്മാ നമ്മളായിട്ട് എന്തിനാ ആ കുട്ടിയുടെ ജീവിതം തകർക്കുന്നത്? പിന്നെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു വിട്ടാൻ നിൽക്കണ്ട. ആ കുട്ടി അത്രക്കും പാവാണ്. പിന്നെ ഓല് ചെറുപ്പം പോലെ കൂട്ടുകാരല്ലേ. ഈ കാര്യം അത്ര വഷളാക്കാൻ നിൽക്കരുതിട്ടോ. ഷാനെ ഫാദേ, ഞാൻ ഇപ്പൊ ആ വീട്ടുകാരെ വിളിച്ചിരുന്നു. അവരെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിട്ടേ ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് വരും ഈ ഞായറാഴ്ച, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അതാണ് എന്റെ അവസാനത്തെ തീരുമാനം. ഞാൻ പറഞ്ഞതല്ലോ ഉമ്മ, ഇപ്പൊ അതിന് തിരക്ക് കൂട്ടണ്ടാന്ന്. നോക്ക് ഷാനെ, നിങ്ങളിപ്പം മരിച്ചതിന്റെ ശേഷം നിങ്ങളെ 4 മക്കളെ ഞാൻ നോക്കി വളർത്തിയത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ പറഞ്ഞ പെൺകുട്ടിനെ ഹിൻഡാന് കെട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിലേ ഈ പൊരയിലെ പിന്നെ ഞാൻ ഉണ്ടാവൂല. ഇങ്ങോട്ട് നിക്കടാ.